രാജ്യം പത്മ പുരസ്കാര നിറവിൽ തിളങ്ങുമ്പോൾ മലബാറിലെ തെയ്യം കലാകാരന്മാരും സന്തോഷത്തിലാണ്. 6 പതിറ്റാണ്ടിലധികമായി തെയ്യക്കോലം കെട്ടിയാടുന്ന ഇ.പി. നാരായണ പെരുവണ്ണാന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. 4-ാം വയസ്സിൽ ആരംഭിച്ച സബരിയാണ് ഇന്നും തുടരുകയാണ്. കണ്ണൂരിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം രാജ്യം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ തെയ്യം കലാകാരനായ ഒരു കണ്ണൂരുകാരൻ ഉൾപ്പെട്ടിരുന്നു, ഇ.പി. നാരായണ പെരുവണ്ണാൻ. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടിയുണ്ട്. നമുക്ക് അദ്ദേഹമായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം. ഒരു തെയ്യം കലാകാരന് ആദ്യമായിട്ടാണ് ഒരു പത്മ പുരസ്കാരം ലഭിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. നമ്മളെ തെയ്യം ഫീൽഡിൽ ആർക്കും ഇതുവരെ ഇങ്ങനൊരു പുരസ്കാരം ലഭിച്ചിട്ടില്ല. അത് എനിക്ക് കിട്ടിയതിൽ വെച്ചാൽ അതിയായ സന്തോഷത്തിൽ അതിൽ അറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അതും ഞാൻ എത്രയോ കാലങ്ങളായിട്ട് 32 വർഷത്തോളം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രത്തിൽ തെയ്യം തുടങ്ങുന്ന അന്നാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിലപ്പുറം സന്തോഷം എന്ന് പറയല്ലേ. എല്ലാ സമുദായത്തിനടക്കമുള്ള ഒരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. തെയ്യക്കാരിൽ മാത്രമല്ല, നമ്മുടെ സമുദായങ്ങൾക്ക് തന്നെ മൊത്തമായിട്ട് അങ്ങനെ ഒരു പുരസ്കാരം നാരായണന് കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഭയങ്കര സന്തോഷമായിരിക്കുന്നൊരു കാര്യമുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഏത് വർഷം തൊട്ട് എത്ര കാലമായി തെയ്യം കലാ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? 4 വയസ്സ് മുതൽ തെയ്യം രംഗത്ത് വന്നിട്ടുണ്ട്. ചെറിയ തെയ്യങ്ങൾ വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ കെട്ടുന്ന തെയ്യങ്ങളാണ്. വേടൻ, ആടിവേടൻ എന്ന് പറഞ്ഞ തെയ്യം, അത് എല്ലാ കർക്കിടക മാസം എല്ലാ വീടുകളിലും പോയിട്ട് ചെറിയ കുട്ടികളെ കെട്ടൂലത്. അപ്പോൾ കുട്ടികളെ കെട്ടിക്കുമെന്ന് പറയുന്നത് തന്നെ അത് ആ കുട്ടിക്ക് ഒരു ട്രെയിനിങ് പോലെയാണ് നമ്മൾ കളിച്ചാൽ ആ കുട്ടിക്ക് എത്രത്തോളം അതിനോടുള്ള അവർ ഇത് താല്പര്യമുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതും കൂടിയാണ്. എന്നുവെച്ചാൽ രാവിലെ കെട്ടിക്കഴിഞ്ഞാൽ ചില വൈകുന്നേരമൊക്കെ ആവും ഇത് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര വരെയിൽ അവൻ്റെ ആ ഒരു സഹനശക്തിയും അതൊക്കെ ഒന്ന് പരിശോധിക്കലും കൂടിയാണ് ഈ ചെറിയ തെയ്യം കെട്ടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇപ്പം ഈ 68 വയസ്സായി. 68 വയസ്സിൽ ഇതുവരെ നമ്മൾ ആ തെയ്യം തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ 32 വർഷമായി. അതിലും കൂടുതൽ 50 വർഷം സ്ഥിരമായിട്ട് കിട്ടിയ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ അധികം 30, 20, 25 അങ്ങനെയുള്ള സ്ഥിരമായിട്ട് കിട്ടുന്ന തെയ്യങ്ങളിലെ സ്ഥലങ്ങളാണ്. പുതിയ ഭഗവതി കിട്ടുന്നത് വെച്ചാൽ നമ്മൾ നാറാത്ത് പുതിയ ഭഗവതി ക്ഷേത്രം 27 വർഷം കഴിഞ്ഞ കൊല്ലത്തേക്ക് പൂർത്തിയായി. പട്ടംപടിയൊക്കെ തന്നവർ നമ്മൾ വലിയ ആദരവോടുകൂടെ വിട്ടു. അപ്പോൾ അതിലെല്ലാം ഉപരിയായിട്ട് ഫോക്ലോർ അക്കാഡമീൻ്റെ ഒരുപാട് തെയ്യം കലാകാരന്മാർക്കുള്ള അവാർഡിൽ എനിക്ക് ഗുരുപൂജ കിട്ടി. 2009 ഗുരുപൂജ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം ആഗ്രഹിച്ച് നമുക്ക് ഇനിയൊരു ഫെലോഷിപ്പ് കിട്ടണം. അപ്പോൾ 2017 ഒരു ഫെലോഷിപ്പ് കിട്ടി. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്മശ്രീയാണ് ഇനി കിട്ടേണ്ടത്. ഇനി അപ്പുറം അതിലപ്പുറം ഒന്നും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലൊരാഗ്രഹം എൻ്റെ സുഹൃത്തുക്കളായ 2-3 ആൾക്കാരുടെ, ഒരു മുരളി മോഹൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ മൂപ്പരോട് നാളെ നമുക്ക് എന്തായാലും അതിനൊരു പരിശ്രമം നടത്താം, നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, നമുക്ക് പരിശ്രമം നടത്താം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളതിന് ഒരു അപേക്ഷയെല്ലാം കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരുപാട് പെൻഡിങ്ങിലുള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് അത് കിട്ടിയില്ല. പക്ഷേ ഈ വർഷം നമ്മളിതിൻ്റെ അവസാന നിമിഷത്തിലാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ എന്തോ ആ ഇവിടുത്തെ ഭഗവതിൻ്റെ കഴിവോ എന്താണെന്നറിയില്ല. നമ്മളെ പരമ്പരാഗതമായിട്ടില്ല നമ്മളെ ഗുരുകാരണന്മാരെല്ലാം എന്തോ അവർ ഇതുകൊണ്ട് ഈ ദിവസം തന്നെ എനിക്കത് കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഏതൊക്കെ തെയ്യങ്ങളെയാണ് കൂടുതലായിട്ട് കെട്ടിയിട്ടുള്ളത്? അത് കതിനൂർ വീരനും മുച്ചിലോട്ട് വീരും ഏറ്റവും കൂടുതൽ കെട്ടിയത് ഞാൻ തന്നെയാണ്. അത് പിന്നെ കൂടുതലും മുച്ചിലോട്ട് ഭഗവതിയും കതിനൂർ വീരനാണ് ഏറ്റവും കൂടുതൽ കെട്ടിയിട്ടില്ല. പിന്നെ മറ്റ് മുത്തപ്പൻ, പുതിയ ഭഗവതി, വയനാട്ട് പുലവൻ, അങ്ങനെയുള്ള ഒരുപാട് തെയ്യങ്ങൾ, വെട്ടക്കുരുമകൻ, അങ്ങനെയുള്ള ഒരുപാട് തെയ്യങ്ങൾ നമ്മുടെ സമുദായത്തിലുള്ള പിന്നെ നമുക്ക് കെട്ടേണ്ട തെയ്യങ്ങൾ, തച്ചോളിയതേനൻ, പയ്യമ്പള്ളി, ചന്തു, അങ്ങനെയൊക്കെയുള്ള തെയ്യങ്ങൾ കെട്ടിയിട്ട് അതിലും ഒരു ഏറ്റവും വലിയൊരു മുടിയെടുക്കുന്ന ഒരു തെയ്യമുണ്ട്, കക്കുന്നത്ത് ഭഗവതി എന്നിട്ട്. അത് ആടെ മാത്രമേ ഉള്ളൂ. കണ്ണൂരിൽ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാവന്മൂലക്ക്. അത് ആടെ മാത്രമല്ല, ഒരു കഴുകിനെ കൊണ്ട് കെട്ടുന്ന മുടിയാണ്. ആ കഴുകിൻ്റെ മുടിയെടുത്തിട്ട് 3 പ്രദർശനം വരണം. അത് എടുത്ത് നടന്നത് നമ്മളാണ്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഫീൽഡിൽ നമുക്ക് അന്നേരം നമുക്കൊരു ആഗ്രഹം ഉണ്ടായി, ഒരു പത്മശ്രീ നമുക്ക് കിട്ടും എന്നുള്ളൊരു അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. ചില ഒരുപാട് ആൾക്കാർക്ക് അതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ എന്തോ പിന്നെ സർക്കാർ നമ്മളാ ഒരു പരിഗണനയിലെടുത്തു. അതുകൊണ്ട് നമുക്ക് അവർ അങ്ങനെ ഒരു അംഗീകാരം കിട്ടി. അതിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ട്. അതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. 6 പതിറ്റാണ്ട് കാലത്തെ തെയ്യം കലാരംഗത്തുള്ള പ്രവർത്തനത്തിൻ്റെ മികവിനായി രാജ്യം ഇദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചപ്പോൾ ആ പുരസ്കാരം അദ്ദേഹം മുഴുവൻ തെയ്യം കലാകാരന്മാർക്കും സമർപ്പിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ സുബിത്തിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം.